പോവുകയാണ്. ഒരു കേക്ക് ഉണ്ടാക്കുന്ന കഥയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ നിന്ന് 70 വയസ്സുകാരി ഉണ്ടാക്കുന്ന ഈ കേക്ക് വിദേശ രാജ്യങ്ങളിലേക്കാണ് കയറ്റി അയക്കുന്നത്. കഴിഞ്ഞ 11 വർഷമായി വ്യത്യസ്ത രുചിക്കൂട്ടുമായി കേക്ക് നിർമ്മാണ രംഗത്ത് സുശീല സ്റ്റീഫൻ എന്ന ഈ 70കാരിയുണ്ട്. അപ്പോൾ സുശീല ചേച്ചിയുടെ കേക്ക് വിശേഷങ്ങളിലേക്ക്. ഡിസംബർ മാസമാണ്. ക്രിസ്മസിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും വെറൈറ്റി കേക്കുകളെ പറ്റിയാണ്. നമ്മളിന്ന് പോകുന്നത് ഒരു വെറൈറ്റി കേക്കും അതുണ്ടാക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള ആളെയും പരിചയപ്പെടാൻ വേണ്ടിയാണ്. നമ്മുടെ ഇടുക്കിയിലാണ്, വണ്ടിപ്പെരിയാറിലാണ്. എന്തായാലും അവിടെ പോയി ആ വെറൈറ്റി കേക്കിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് കണ്ടേച്ച്. നാടൻ വൈനും മറ്റു ചില രഹസ്യ ചേരുവകളും ചേർത്ത് ഭരണിയിലാക്കി 1 വർഷത്തോളം വെക്കുന്ന പഴവർഗ്ഗങ്ങളാണ് കേക്കിൻ്റെ പ്രധാന ചേരുവ. പരമ്പരാഗതമായ രീതിയിൽ വിറക് ഉപയോഗിച്ചുള്ള ബോർമയിലാണ് കേക്കിൻ്റെ നിർമ്മാണമെന്നതും മറ്റൊരു സവിശേഷതയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നാണ് വ്യത്യസ്തമായ രുചിക്കൂട്ടുള്ള ഈ കേക്കിന് ആവശ്യക്കാർ ഏറെയും. നമ്മൾ ഇതുവരെ പറഞ്ഞ പോലെ സുശീല ചേച്ചിയുടെ സ്പെഷ്യൽ ക്രിസ്മസ് കേക്കാണിത്. അപ്പം സുശീല ചേച്ചിയോട് നമുക്ക് ഇതിൻ്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കണം. ഇതിലെടുത്ത് പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 70 വയസ്സുണ്ട് ഈ സുശീല ചേച്ചിക്ക്. 13 വർഷമായി കേക്ക് ബേക്കിങ്ങിൽ നല്ല തകർത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. 5 വർഷമായും തോന്നുന്നല്ലേ നമ്മുടെ ഈ ക്രിസ്മസിന് വേണ്ടി സ്പെഷ്യൽ കേക്ക്. എങ്ങനെയാണ് ഈ കേക്ക് നിർമ്മാണത്തിലേക്ക് വന്നത്? അത് എനിക്ക് പണ്ടേ പാഷൻ ഉണ്ടായിരുന്നു ബേക്കിങ്ങിൽ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ക്രിസ്മസ് എൻഗേജ്മെൻറ്റ് കേക്ക്, വെഡിങ് കേക്ക്സ്, ബർത്ത്ഡേക്ക് അങ്ങനെ ഉണ്ടാക്കി എനിക്കൊരു ഐഡിയ ഉണ്ട്. എന്നാൽ പിന്നെ വൈ നോട്ട് സ്റ്റാർട്ട് ക്രിസ്മസ് കേക്ക്സ്. അങ്ങനെ ഞാനിത് പെയ്യെ 5 കിലോ 50 കിലോ അങ്ങനെ തുടങ്ങിയാണ് ഇവിടം വരെ എത്തിയത്. പിന്നെ ഓരോ വർഷം ഞാൻ പഠിക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് ഒന്നുകൂടെ ടേസ്റ്റ് ഇമ്പ്രൂവ് ചെയ്യാൻ. ഇതുപോലെ മെച്യൂർഡ് ട്രഡീഷണൽ കേരള കേക്ക് ഇത് നമ്മൾ കേരളത്തിൽ നിന്ന് ആക്ച്വലി ബ്രിട്ടീഷുകാരുടെ ഇന്ന് അഡോപ്റ്റ് ചെയ്ത ഒരു റെസിപ്പിയാണ് ഈ ക്രിസ്മസ് കേക്ക്സ്. അത് പറയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ പ്രാദേശികമായിട്ടുള്ള മാർക്കറ്റ് അല്ല കേട്ടോ ഈ കേക്കിനുള്ളത്. കടൽ കടന്ന് അങ്ങനെ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഈ കേക്കുകളൊക്കെ എത്തുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഒരു വിശേഷം കൂടി. എങ്ങനെയാണ് ഈ ഓർഡറൊക്കെ ഇങ്ങോട്ടേക്ക് വരുന്നത്? അതെല്ലാം ഓൺലൈൻ സോഷ്യൽ മീഡിയ വഴി. അപ്പം വേർഡ് ഓഫ് മൗത്തും ഒത്തിരി പേര് ടേസ്റ്റ് ചെയ്യുന്ന അനുസരിച്ച് പിന്നെയും ഓർഡേഴ്സ് വന്നുകൊണ്ടിരുന്നു. ചിലർ എഗ്ലെസ് ചോദിക്കും, ചിലർ വിതൗട്ട് ആൽക്കഹോൾ അങ്ങനെ ചോദിക്കും. അതും ഉണ്ടാക്കാറുണ്ട്. കൂടുതലും എനിക്ക് കോർപ്പറേറ്റ് ഓർഡേഴ്സ് അങ്ങനെയൊക്കെ. ഇന്ത്യ തന്നെ ഒത്തിരി ഓർഡേഴ്സ്, നോർത്ത് ഇന്ത്യ അങ്ങനെ പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയാണ് പ്രധാനപ്പെട്ട വിപണന മാർഗം. 1 കിലോ കേക്കിന് 1000 രൂപയാണ് വില. യാതൊരുവിധ പ്രിസർവേറ്റീവ്സും ഇല്ലാതെ 1 വർഷം വരെ കേക്ക് കേടുകൂടാതെ ഇരിക്കും. ഈ വർഷം മാത്രം 2000-ഓളം കേക്കുകളാണ് വിദേശത്തേക്ക് കയറ്റി അയച്ചത്. ക്രിസ്മസിന് മുമ്പായി ഇനിയും ഒരുപാട് ഓർഡറുകളാണ് സുശീല ചേച്ചിക്ക് കൊടുത്തു തീർക്കാനുള്ളത്. സുശീല ചേച്ചി തിരക്കിലാണ്. കൃത്യമായ ഓർഡറുകൾ കൃത്യമായ സ്ഥലത്തേക്ക് എത്തിക്കുക തന്നെ വേണം. അതുകൊണ്ടുള്ള തിരക്കാണ്. എന്തായാലും നമ്മൾ വെറൈറ്റി കേക്കിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ റൈഡിംഗ് റിപ്പോർട്ടറിൻ്റെ യാത്ര വെറൈറ്റി ഐറ്റംസുകൾ തേടി ഇനിയും തുടരും. രാഹുൽ വിജയൻ, 24 ഇടുക്കി. അപ്പോൾ ഓക്കെ പറയുന്നുണ്ട്. ബീഫായിരുന്നു, ഞാൻ ഇച്ചിരി ലേറ്റായി പോകുന്നു. കൃത്യമായി 2 മണിക്ക് തന്നെ വരണം. ഇന്ന് ആദ്യം തന്നെ ബീഫ് വിളമ്പി. അപ്പോൾ ഇടുക്കിക്കാരെല്ലാം വായൊന്ന് കണ്ണൻ താഴെ പറയുന്നു. സാറിൽ കേക്ക് കുറച്ചധികം കഴിച്ചോളൂ, ബീഫിന് പകരം കുറച്ച് കേക്ക് കഴിച്ചോളാനാണ് റീനയുടെ നിർദ്ദേശം. അപ്പം രാഹുൽ കുറച്ച് കൂടുതൽ വാങ്ങിക്കും, എല്ലാവർക്കും വേണം ലേഖ. അങ്ങനെ ഒരുപാട് പേർ കേക്കിൻ്റെ വിശേഷങ്ങൾ പറയുന്നുണ്ട്. ഏതായാലും സുശീല ചേച്ചി പറഞ്ഞ കേട്ടല്ലോ, ഓരോ വർഷം ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെങ്ങനെ ടേസ്റ്റ് കൂട്ടാവുന്നത്. അതാണ് ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ശേഷവും ആ റെസിപ്പിയിൽ ഇങ്ങനെ ചേഞ്ച് വരുത്തിക്കൊണ്ട് ഓരോ തവണയും അത് ഫ്രഷായി ഒറിജിനൽ ക്രിസ്മസ് കേക്ക്, അത് ഫ്രം കേരള, അത് നമ്മുടെ നാടിൻ്റെ പേരും പെരുമയും
ക്രിസ്മസ് പെരുമയും രുചിയും ഒക്കെ വിദേശത്തേക്ക് എത്തിക്കുകയാണ് അപ്പോൾ സുശീല സ്റ്റീഫൻ. അപ്പോൾ ഏതായാലും നമുക്ക് ഇത്തവണ ഒരു കേക്ക് സുശീല സ്റ്റീഫൻ്റെ അടുത്ത് നിന്ന് കഴിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു.